കൂട്ടാം. ഹലോ ഗൈസ്, ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഇതിനു മുമ്പ് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോളേജിൽ ഒരു ഡാൻസിന് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ലോങ് വീഡിയോ ചെയ്യുന്നത്. എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും, ടെൻത്തായിരുന്നു ഫുള്ള്. അപ്പം ഇന്ന് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും കുട്ടിക്കാലത്ത് കളിക്കാൻ കുറേ പാവകൾ കാണുമായിരുന്നു. അപ്പം എനിക്കുണ്ട്. അതിൽ ചിലവരൊക്കെ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചേക്കുന്നവരുണ്ട്, ചിലവരൊക്കെ ഇപ്പോഴും പോയതുണ്ട്. എൻ്റെന്ന് വെച്ചിട്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചല്ല, അമ്മ എടുത്ത് വെച്ചിരുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പം അച്ഛൻ കൊണ്ടുവന്ന കുറച്ച് കളിപ്പാട്ടങ്ങളും, അച്ഛനോ കുറച്ച് കളിപ്പാട്ടങ്ങൾ കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകാം. കളിപ്പാട്ടങ്ങളൊന്നുമല്ല, എനിക്ക് കളിപ്പാട്ടങ്ങളോട് വലിയ താല്പര്യമില്ലായിരുന്നു. എനിക്ക് ഇതുപോലെ ആനിമൽസ്, പിന്നെ കുപ്പി പാട്ട, അതിനോടൊക്കെ ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം. കളിപ്പാട്ടങ്ങളോടൊന്നും എനിക്ക് വലിയ അങ്ങനെ. പിന്നെ എനിക്കൊരു കറങ്ങുന്നൊരു ബാർബിയുടെ ഉണ്ടായിരുന്നു. ആക്ച്വലി എൻ്റെ അല്ല, അല്ലേലും ഇളയത്തുങ്ങളുടെ അവസ്ഥ അങ്ങനെയാണല്ലോ. ഇതൊന്നും എൻ്റെ അല്ല, എൻ്റെ സിസ്റ്ററിൻ്റെ ആണ്. പിന്നെ അങ്ങനെയാണല്ലോ, സ്വാഭാവികമായി അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു റൂട്ട്. അപ്പോൾ ഇതെല്ലാം എൻ്റെ സിസ്റ്ററിൻ്റെ ആണ്, നമുക്കൊന്നും സ്വന്തമായിട്ടൊന്നും ഇല്ല. ഓക്കെ, ഞാൻ സാധനങ്ങൾ കാണിച്ചുതരാം. ഇത് അറിയാലോ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ ആനക്കുട്ടനാണ്. എൻ്റെ ആനക്കുട്ടനാണ് രാജൻ. പ്രത്യേകിച്ചൊന്നുമില്ല, ഇതാണ് ഫേവറേറ്റ്, വൺ ഓഫ് മൈ ഫേവറേറ്റ് മൈ ടോയ് ആനക്കുട്ടൻ. ഇതിന് കൊമ്പൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ നശിച്ച ചേച്ചിയുടെ ഇതിൻ്റെ തല തിരിഞ്ഞ കുട്ടികൾ ഒടിച്ചു കളഞ്ഞാണിത്. ഇതിന് കൊമ്പൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ആനക്കുട്ടൻ സൂപ്പർ അല്ലേ? ആനക്കുട്ടൻ ഇപ്പോഴും ഉണ്ട് ഇവിടെ. ഇത് എൻ്റെ ചേച്ചിക്ക് 2-3 വയസ്സുള്ളപ്പോൾ കൊണ്ടുവന്ന ഇതെല്ലാം. 2-3 വയസ്സ്. ഞാനും അക്കയും കൂടെ 6 വയസ്സിന് ഡിസ്റ്റൻസ് ഉണ്ട്, 6 years. അപ്പോൾ ഒന്ന് ആലോചിക്കാം എത്ര വർഷത്തിന് മുമ്പുള്ളതാണ്. നമ്മൾ ആലോചിക്കുക, ഞാൻ കണക്ക് നീക്കാം. നമുക്ക് നെക്സ്റ്റ് 2 സാധനങ്ങളുണ്ട്. ഇതിൻ്റെ സീബർക്കുട്ടൻ ഒരു ദിവസം ഫുള്ള് വേറെ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഞാൻ ഫുള്ള് വേറെ പെയിൻ്റ് അടിച്ചു, വാട്ടർ കളർ കണ്ട എന്തോ ആയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഒക്കെ തൂത്ത് കളഞ്ഞുണ്ടോ സീബർക്കുട്ടൻ. അതിനെ വാല് പോയി. ഞങ്ങളിതൊന്നും നശിപ്പിച്ചിട്ടില്ല, എല്ലായിട്ട് കളിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ നശിപ്പിക്കാൻ വേണ്ടി 2 എണ്ണം കിട്ടും. സീബ്ര അല്ല, ഇതാ സീബ്ര. ഇത് ഡൈനോസർ അല്ല, ഹിപ്പോപ്പൊട്ടാമസ്. സോറി, ഇത് ഹിപ്പോപ്പൊട്ടാമസ് ആണ്. ഇതിന് വലിയ ഡാമേജുകളൊന്നുമില്ല. ഹേസ് പെർഫെക്റ്റ്ലി ഓക്കെ. പിന്നെ ഇച്ചിരി കളറ് കണ്ടോ, ഇത്തിരി കളറ് പോയിട്ടുണ്ടെന്നേ ഉള്ളൂ, വേറെ വിഷയങ്ങളൊന്നുമില്ല. ഇതെന്താ വാവേ? മിങ്ക. ഇവിടെ 2 ഇരിപ്പുണ്ട്. മിങ്ക അല്ല, സിംഹം. സിംഹക്കുട്ടനാണിത്. ഇതിന് വലിയ ഡാമേജ് ഒന്നുമില്ല. എനിക്ക് ഇതിനെ ഇഷ്ടമായിരുന്നു. എനിക്ക് കൂടുതലും വൈൽഡ് ആനിമൽസിനോടാണ് താല്പര്യം. ഇടയ്ക്ക് വെച്ചൊന്ന് നിന്നുപോയി, എന്തോ പ്രശ്നം. ഇത് പശുവാണോ കാളയാണോ അറിയില്ല, എന്തോ ഉണ്ട്. അറിയാവുന്ന കമന്റ് ചെയ്ത് കേട്ടോ, കമന്റ് കേട്ടോ. ചുറ്റുടൂ മനസ്സിലേ. വേറൊരു ആനക്കുട്ടിയാണ് കുട്ടി. ഇത് ഐ തിങ്ക് ഇത് മറ്റേ ആഫ്രിക്കൻ ആനയൊക്കെ ഇല്ലേ, ആ ഒരു ടൈപ്പാ. നോക്കൂ, സെറ്റാണ്, കറക്റ്റ് ആ ടൈപ്പ് ആനക്കുട്ടിയാണ്. ഇവനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആനകളെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. ഇതെന്താ മോനാ? ഞാനാ. ഇത് നമ്മുടെ പൂച്ച സാറ് കണ്ടോ, നമ്മുടെ പൂച്ച സാറിനെ കണ്ടോ, നല്ല ക്യൂട്ടല്ലേ പൂച്ച സാറ്. പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. ഇതിനെയൊക്കെ ഞാൻ എന്തെടുക്കുന്നില്ല, കളിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ പറയും ഇതൊക്കെ ചത്തുപോയി, ഞാൻ കുഴിച്ചിടും. പിന്നെ അതിന്റെ കുടി ഒന്ന് എവിടെയാന്ന് പോലും ഓർക്കത്തില്ല, അറിയാം. ഇത് നമ്മുടെ പുലിക്കുട്ടൻ ഉണ്ടോ, പൊളെ ഉണ്ടോ, സൂപ്പർ അല്ലേ, നല്ല രസമില്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ എന്റെ അമ്മ സൂക്ഷിച്ച് വെച്ചത് കൊണ്ടില്ല, അല്ലെങ്കിൽ ഇതൊക്കെ എപ്പോഴും എവിടെയെങ്കിലും. ഇവിടെ പുള്ളിപ്പുലി ഉണ്ടോ, വേറെ ഒരു
ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ട് കേട്ടോ. നല്ല രസമില്ലേ കാണാൻ. പിന്നെ ഇതെൻ്റെ കസിൻ ഗിഫ്റ്റ് ചെയ്ത ഇതിനടിയിൽ ഇത് എനിക്ക് കിട്ടിയത് കേട്ടോ. മുത്തിടുമ്പോൾ ഇങ്ങനെ കറങ്ങി 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 താഴെ വന്ന് വീഴും. പിന്നെ അവിടെ മുത്തിടുമ്പോൾ ഇങ്ങനെ കറങ്ങി കറങ്ങി നല്ല രസമായിരുന്നു. ഞാൻ എന്നിട്ട് വേറെ പരിപാടി കാണിക്കാം. ഇങ്ങനെ ഇതെൻ്റെ 5ാം ക്ലാസ്സിലെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഒന്നും ഇല്ലായിരുന്നു. അക്കച്ചിയുടെ ഒരു കൂട്ടുകാരി തന്നതാ. ഐ തിങ്ക് ആ ചേച്ചിയുടെ ഒരു ഗീതു അങ്ങനെന്തോ ആ ചേച്ചി എനിക്ക് ഗിഫ്റ്റ് തന്നതാ. പപ്പി. ഇത് പപ്പി, ഇത് ബേബി. പപ്പിയുടെ ബേബി ആയിരുന്നു. ഇത് സൂപ്പർ അല്ലേ ഗൈസ്. ടുഡേ വീഡിയോ ഇവിടെ അവസാനിക്കുവാണ്. ഇത് ഞാൻ എഡിറ്റ് ചെയ്ത് ഇടുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എന്താണെങ്കിലും എഡിറ്റ് ചെയ്ത് നോക്കട്ടെ. എനിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ ഈ വീഡിയോ ഉറപ്പായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് എന്താ പറയുക, രണ്ടാൾക്കാരോട് എനിക്ക് ഇഷ്ടം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിഷ്ടമില്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നുണ്ടല്ലോ, കണ്ടിട്ടാണല്ലോ അവരിഷ്ടമില്ല എന്ന് പറയുന്നത്. എന്താണെന്നാണെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരും എന്നെ എന്താ പറയുക, നിനക്ക് വേറെ പണിയില്ലേ എന്ന് ചോദിക്കുന്നവരോട് ഓക്കെ ഇച്ചിരി ബുക്ക് ചെയ്യപ്പോലെ അത് അവരോടും മക്കനി പറയാനുള്ളത് കീപ് ഗോയിങ്. ഓക്കെ, നിങ്ങളിങ്ങനെ തന്നെ പോകും. അപ്പം എനിക്കൊരു എന്താ പറയുക, എനിക്കൊരു ഇഷ്ടവും അല്ലെങ്കിൽ എനിക്ക് ചെയ്യാനും ഒക്കെ ഒരു ആവേശം ഉണ്ടാവും. അതുകൊണ്ട് കീപ് ഗോയിങ്. പിന്നെ നമ്മുടെ വീഡിയോയുടെ ക്ലാരിറ്റിയും ക്വാളിറ്റിയൊക്കെ പറയുന്നവരോട്, അവരും എന്നെ നല്ലതിന് വേണ്ട പറയുന്നത് എനിക്കറിയാം. പക്ഷെ എന്നാലും എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എൻ്റെ ഫോണെന്ന് പറഞ്ഞാൽ 13 രൂപ ഫോൺ. അപ്പോൾ ഗൈസ്, ഇതിൽ കൂടുതൽ എനിക്ക് ഈ ഫോൺ ഇതിൽ കൂടുതൽ ആ ഫോൺ തരാനൊന്നുമില്ല. നമ്മൾ ഉടനെ ഒരു നല്ലൊരു ഫോൺ എടുക്കുന്നതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ക്ലാരിറ്റി ക്വാളിറ്റി എല്ലാം കൂട്ടി നമ്മൾ ഇനിയും നല്ല നല്ല വീഡിയോസ് എല്ലാം ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് എല്ലാം കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും. ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കും. ഇഷ്ടമില്ലെങ്കിൽ ഓക്കെ, നിങ്ങൾ വിട്ടേക്കും. കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യും. ബിക്കോസ് എന്താ പറയുക, എവിടെയെങ്കിലും ഒക്കെ ഒന്ന് എത്തിക്കോട്ടെ.